ഗസയിൽ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അടക്കം കൂട്ടക്കൊല ചെയ്യുന്ന സയനിസ്റ്റ് രാജ്യത്തിന് സാമ്പത്തിക സഹായം നൽകിയ ഫ്രഞ്ച് റീറ്റെയിൽ ഭീമന്മാരായ കാരിഫോർ ശൃംഖലയുടെ ഒമാനിലെ എല്ലാ ശാഖകളും അടച്ചുപൂട്ടി. നവംബറിൽ ജോർദാനിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചതിനു ശേഷമാണ് ഇസ്രായേൽ അനുകൂല നിലപാടിൻ്റെ പേരിൽ കാരിഫോറിന് ഇപ്പോൾ ഒമാനിലെ എല്ലാ ശാഖകളുടെയും പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വന്നത്. യു.എയിലെ വമ്പൻ ഗ്രൂപ്പായ അൽഫുദൈമാണ് കാരിഫോറിന്റെ ഷോപ്പുകൾ ഒമാനിൽ നടത്തി വന്നിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഒമാനിലെ എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ചതായും ഉപഭോക്താക്കൾക്ക് നന്ദി പറയുന്നതായും അറിയിച്ച് കാരിഫോർ പ്രസ്താവന ഇറക്കിയത്. ഗൾഫ് മേഖലയിൽ ഏറ്റവും പ്രമുഖ സൂപ്പർ മാർക്കറ്റ് ശൃംഖലകളിൽ ഒന്നാണ് കാരിഫോർ. പതിറ്റാണ്ടുകളായി തുടരുന്ന പിന്തുണക്ക് കമ്പനി സോഷ്യൽ മീഡിയയിലൂടെ നന്ദി പറയുകയും ചെയ്തു. ഇസ്രായേൽ ഗസയിൽ നടത്തിവരുന്ന വംശഹത്യക്ക് സഹായം നൽകിയതിനെ തുടർന്ന് നടത്തിയ ബഹിഷ്കരണ ക്യാമ്പയിനാണ് ഇതോടെ വിജയം കണ്ടതെന്ന് ബഹിഷ്കരണ ആഹ്വാനം നടത്തിയ BDS മൂവ്മെന്റ് അഥവാ ബോയ്ക്കോട്ട്, ഡിസ്ബസ്മെന്റ് ആൻഡ് സാങ്ഷൻ അറിയിച്ചു. ഇസ്രായേൽ ഭരണകൂടത്തിന് പിന്തുണ നൽകുന്ന കമ്പനികളെ അന്താരാഷ്ട്ര നിയമം പാലിക്കാൻ നിർബന്ധിപ്പിക്കുന്ന പ്രസ്ഥാനമാണ് BDS. അതേസമയം ഗൾഫ് രാഷ്ട്രത്തിലെ പ്രവർത്തനങ്ങൾ നിർത്തലാക്കാനുള്ള തീരുമാനത്തെക്കുറിച്ച് കാരിഫോർ പ്രത്യേകിച്ചൊരു കാരണവും പറഞ്ഞിട്ടില്ല. പലസ്തീനിൽ ഇസ്രായേൽ തുടരുന്ന അതിക്രമം നിയമവിരുദ്ധമാണെന്നും അതിന് പിന്തുണ നൽകുന്നത് തടയണമെന്നും ഹേഗ് ആസ്ഥാനമായുള്ള രാജ്യാന്തര കോടതി 2024 ജൂലൈയിൽ ഉത്തരവിറക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ അധിനിവേശ സൈന്യത്തിന് നൽകുന്ന ഓരോ സഹായവും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് BDS കാരിഫോറിനെ ബഹിഷ്കരിക്കേണ്ട കമ്പനികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ബഹിഷ്കരണാഹ്വാനം ഉണ്ടായതോടെ വിവിധ രാജ്യങ്ങളിലെ കാരിഫോർ ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ പലസ്തീൻ അനുകൂലികൾ പ്രതിഷേധിച്ചിരുന്നു. ഇതോടെ കാരിഫോറിൻ്റെ പ്രതിദിന ബിസിനസ് ഗണ്യമായി കുറയുകയും ചെയ്തു. അറബ് ലോകത്തുൾപ്പെടെയുള്ള ഔട്ട്ലെറ്റുകളിൽ ആളുകൾ കയറാതായതോടെയാണ് അടച്ചു പൂട്ടേണ്ടി വന്നത്. ലോകമെമ്പാടും 3400 ഷോപ്പുകളാണ് ഈ കമ്പനിക്കുള്ളത്. ഗസയിലെ കൂട്ടക്കൊല നടത്തിവരുന്ന സയനിസ്റ്റ് സൈനികർക്ക് കാരിഫോർ സമ്മാനപ്പൊതികൾ കൊടുത്തയച്ചത് വലിയ വിവാദമായിരുന്നു. കമ്പനി സൈനികർക്കായി സംഭാവന പിരിക്കാനും തുടങ്ങിയതോടെയാണ് ബഹിഷ്കരണാഹ്വാനം ശക്തിപ്പെട്ടത്. അമേരിക്കൻ കമ്പനിയായ HP, ഷെവ്രോൺ, പിസ്സ ഹട്ട്, കോൾടെക്സ്, ജർമ്മൻ കമ്പനിയായ സീമെൻസ്, പ്യൂമ, ഇൻഷുറൻസ് കമ്പനിയായ AXE, ഇന്റൽ, ഹ്യൂണ്ടായി, വോൾവോ, JCB, ബാർക്ലേസ്, ഗൂഗിൾ, ആമസോൺ, Airbnb, എക്സപീഡിയ, ഡിസ്നി, മക്ഡൊണാൾഡ്സ്, ബർഗർ കിങ്, പാപ്പ ജോൺസ് തുടങ്ങിയവയാണ് ബഹിഷ്കരണാഹ്വാനം നേരിടുന്ന BDSന്റെ പട്ടികയിൽ ഉൾപ്പെട്ട മറ്റു കമ്പനികൾ.